ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നാവിനുമെല്ലാം ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളുണ്ട്. അതായത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു രൂപാന്തരം അല്ലെങ്കിൽ മാറ്റം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകണം. ഇതുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതില്ലാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീക ജീവിതം വെറും കുറച്ച് പുറമേയുള്ള എന്തെങ്കിലുമൊക്കെ ചില കർമ്മങ്ങളിലോ പ്രവർത്തികളിലോ മാത്രമായി മാറിപ്പോകും. അങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ അധരങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം വിശേഷിപ്പിച്ചിരിക്കുന്നത്, ആ മാറ്റത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് പുതുക്കപ്പെടൽ. പുതുക്കപ്പെടൽ. വെറുതെ പുതുക്കപ്പെടൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായ ഒരർത്ഥം നമുക്ക് മനസ്സിലാകില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം അല്ലെങ്കിൽ പ്രതിമയോട് നാം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ആ വാക്യം അങ്ങനെയല്ല, പക്ഷെ ഞാൻ ആ വാക്യത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. നമുക്കൊരു സൃഷ്ടാവാം ദൈവമുണ്ട്. ആ ദൈവത്തോട് ദൈവിക പരിജ്ഞാനത്തിൽ പുതുക്കപ്പെട്ട് അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് ആ സ്വഭാവങ്ങളെ സമസ്ത മേഖലകളിലും പ്രതിഫലിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രൂപാന്തരം നമ്മിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള അവസ്ഥ എന്താകും? നിത്യതയിൽ നമ്മൾ കർത്താവിനോടൊപ്പം ഉണ്ടാകുമോ? എന്താണ് മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളൊന്നും എനിക്കറിയില്ല. കാരണം ഇത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു മാറ്റമാണ്. മാറ്റം ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഈ ലോകത്തിൽ ഉള്ളത്? ഇല്ലേ? നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട ടൗണ് 50 വർഷം മുമ്പുള്ള ഒരു ടൗൺ അല്ല ഇന്ന്. സംസ്കാരങ്ങളും ജീവിത രീതികളും കാഴ്ചപ്പാടുകളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിനും മനസ്സിനുമെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരു 30-35 വർഷം കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ടുന്ന ചില മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളായിരിക്കണം. ഈ മാറ്റത്തെയാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത് പുതുക്കപ്പെടൽ. എങ്ങനെയാണ് ഒരു വ്യക്തി പുതുക്കപ്പെടേണ്ടുന്നത്? ആ വ്യക്തിയുടെ സമസ്ത മേഖലയിലും പുതുക്കമുണ്ടാകണം. മനസ്സിന് പുതുക്കമുണ്ടാകണം. അതുപോലെ തന്നെ ശരീരത്തിൽ ജഡത്തിൽ പുതുക്കപ്പെടണം. അഥവാ ഞാൻ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നാവ്. അങ്ങനെ സമസ്ത മേഖലയിലും നമ്മൾ പുതുക്കപ്പെട്ട് ദൈവിക സ്വഭാവങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി മാറണം. സത്യത്തിൽ ദൈവം നമ്മയൊക്കെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഏതെങ്കിലുമൊക്കെ സഭകളുടെ അംഗത്വ രജിസ്ട്രിയിൽ പേരുകൾ വെച്ച് ഞാൻ 30 വർഷമായി 40 വർഷമായി വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളാണ്, പിന്നെ 50-ാമത്തെ ക്രൈസ്തവ കുടുംബത്തിൻ്റെ തലമുറയിൽപ്പെട്ടയാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകാനാണോ ദൈവം ശരിക്കും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ പഴക്കത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പഴക്കത്തിൽ 25 വർഷത്തെ ക്രിസ്തീയ പാരമ്പര്യം, വിശ്വാസ പാരമ്പര്യം, ശുശ്രൂഷ പാരമ്പര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. പക്ഷെ വചനത്തിൽ പാരമ്പര്യത്തിലെ അഭിമാനം കൊള്ളലല്ല, പുതുക്കത്തിൽ മുൻപോട്ട് പോകണമെന്നുള്ളതാണ്. അതായത് ശരിക്കും
നമ്മൾ സൃഷ്ടിച്ചവന്റെ പ്രതിമയായി രൂപാന്തരപ്പെടുക. അത് തന്നെയാണ് നമ്മൾ ഈ മെസ്സേജിന്റെ തമ്പിനെയിലും ടൈറ്റിലും കൊടുത്തത്. മനസ്സും ഹൃദയവും നാവും ശരീരവും പുതുക്കപ്പെടണം. ഈ പുതുക്കം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്, പോസിറ്റീവായി ചേഞ്ചാണ്. ശരിക്കും അത് സംഭവിക്കുന്നത് ദൈവവചനത്തിന്റെ കേൾവിയാലും അനുസരണത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലുമാണ്. അപ്പൊ നമുക്കുണ്ടാകേണ്ടുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ്. ഈ വാക്യങ്ങൾ മുഴുവനും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് കഴിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അത് സഹായകരമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. സൃഷ്ടിച്ചവന്റെ പുതുക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രതിമയോട് നമ്മൾ അനുരൂപപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. ആ വാക്യം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയാണ്: സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ റിന്യൂവലാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയല്ല, പുതുക്കത്തിൽ മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പല സമയത്തും ദുഃഖകരമെന്ന് പറയട്ടെ, പാരമ്പര്യത്തിലാണ് അഭിമാനം കൊള്ളുന്നത്. അതുകൊണ്ടാണ് പല പരാജയങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ 18-20 വർഷത്തിന്റെ ശുശ്രൂഷ പാരമ്പര്യം വേണമെങ്കിൽ അവകാശപ്പെടാം. നമുക്ക് ഓരോരുത്തർക്കും പലതും പ്രശംസിപ്പാനുണ്ട്. പൗലോസ് പറയുന്നത് പോലെ എനിക്ക് പ്രശംസിപ്പാൻ, മറ്റാരേക്കാളും പ്രശംസിപ്പാൻ എനിക്കുണ്ടെങ്കിലും ഞാൻ പ്രശംസിക്കുന്നത് കർത്താവിലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല മാറ്റങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന, ദൈവവചനം അനുശാസിക്കുന്ന നല്ല മാറ്റങ്ങൾ. എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാകേണ്ടുന്നത്? 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അത് മറ്റേതെങ്കിലും സമയത്ത്, കാരണം ഇത്രയും ദീർഘമായ വാക്യങ്ങളായതുകൊണ്ട് 15-20 മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക, അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് ഞാൻ ദൈവം അവസരം തരുന്നതിനനുസരിച്ച് പറയും. അടുത്തത് 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അവിടെയാണ് ശരീരത്തിനും മനസ്സിനും നാവിനും ഉണ്ടാകേണ്ടുന്ന പുതുക്കപ്പെടലുകൾ, ശരിയായ മാറ്റങ്ങൾ, ദൈവത്തോടു കൂടെ നടക്കുവാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഭൂമിയിലെ ചില അവയവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിലെ അവയവങ്ങൾ. നമ്മുടെ ഭൂമിയിലെ അവയവങ്ങളെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നത് എന്താണ്? കണ്ണ്, കയ്യ്, കാല്, ഇങ്ങനെയാണ്. പക്ഷെ വചനം എല്ലായ്പ്പോഴും, വചനത്തിനൊരു ആത്മീക മുഖമുണ്ട്. അതിനെ ആത്മാവിൽ വിവേചിക്കുന്നവന് മാത്രമേ ആത്മീക അർത്ഥത്തെ മനസ്സിലാക്കിയുള്ളൂ. ഇവിടെ ഭൂമിയിലെ അവയവങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 5-ാമത്തെ വാക്യത്തിൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളെയാണ് ഭൂമിയിലെ അവയവങ്ങൾ എന്ന് പറയുന്നത്. ദുർനടപ്പ്, ഇമ്മോറാലിറ്റി, അശുദ്ധി, അതിരാഗം. ഈ അതിരാഗം എന്ന് പറയുന്നത് പാഷനാണ്. പാഷൻ ആൻഡ് ഈവിൾ ഡിസയർ. ആഗ്രഹം വേണ്ട എന്നല്ല, പക്ഷേ ആഗ്രഹങ്ങൾ നമ്മളെ നിയന്ത്രിക്കരുത്. ദുർമോഹം, ഈവിൾ ഡിസയർ, അതായത് പാപം ചെയ്താലേ തൃപ്തിയാവത്തുള്ളൂ, ശരീരത്തിന് സുഖം കിട്ടിയാലേ തൃപ്തിയാകത്തുള്ളൂ. കണ്ണിന് തൃപ്തി വരുത്തുന്ന കാഴ്ചകൾ എത്ര കണ്ടാലും തൃപ്തി വരുന്നില്ല. ഇതാണ് ദുർമോഹം. ഇത് ഭൂമിയിലെ അവയവമാണ്. ഒരിക്കലും നമ്മുടെ കണ്ണല്ല പ്രശ്നം, പക്ഷെ ഈ ദുർമോഹമാണ് പ്രശ്നം. എത്ര വ്യക്തമായി ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നു. അടുത്തത് അത്യാഗ്രഹം. ആഗ്രഹം നല്ലതാണ്. പണമില്ലാത്തവൻ ദൈവമേ എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ ആവശ്യം നടത്തി തരണേ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ പണത്തിന് വേണ്ടി മാത്രം പോകുന്നത്
അത്യാഗ്രഹം, അത്യാഗ്രഹത്തെ വിഗ്രഹാരാധനയോടാണ് പറയുന്നത്. നമ്മൾ ആരും പോയി വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്നില്ല. പക്ഷെ വചനം പറയുന്ന വിഗ്രഹാരാധന, അത്യാഗ്രഹം വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. ഇത്തരത്തിലുള്ള ഭൂമിയിലെ അവയവങ്ങളെ മരിപ്പിക്കുക. അപ്പം ഇത് മരിക്കണം. എന്നിട്ട് ഈ താഴോട്ട് വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പണ്ട് നിങ്ങൾ ഇവയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ദൈവസ്നേഹത്താൽ, കാൽവറി ക്രൂശിലെ ആ ഒരു വീണ്ടെടുപ്പിനാൽ, അവിടുത്തെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം പുറത്തു വന്നു. പക്ഷെ ഇന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചില അവയവങ്ങളുണ്ട്. അത് വിശ്വാസിയിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ നിലകൊള്ളുന്നതാണ്, അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നതാണ്. ഇതിനെ തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകണം. ഇന്നെന്താണ്? എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്? ഇപ്പോഴോ, 8-ാമത്തെ വാക്യമാണ്. അപ്പം ഇതിന് തൊട്ടു പിൻപിലുള്ള വാക്യങ്ങളിൽ പറഞ്ഞത് നിങ്ങൾ അവയിൽ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ വകക്കാരായിരുന്നു, പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോഴും എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ചിലതുണ്ട്. സാധാരണയായി ആളുകൾ പറയുന്നത് രക്ഷിക്കപ്പെട്ടു, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, ദൈവകൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ചു, ഇനിയും നേരെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതാണ്. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മരിപ്പിക്കേണ്ടുന്ന ചില മേഖലകളുണ്ട്. അത് ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഇതാണ് ശരിക്കും വചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ടുന്നതും പഠിപ്പിക്കേണ്ടുന്നതും. ഇപ്പോഴോ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ഭോഷ്ക് പറയൽ, ഇവയെല്ലാം ഉരിഞ്ഞു കളയുക, നശിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോപത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം എന്ന് പറയുന്നത് അബ്യൂസീവ് സ്പീച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവിലൂടെ എന്താ പറയുന്നത്, തെറിപ്രയോഗങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ പറയുക, അബ്യൂസീവ് സ്പീച്ച്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നാവിന്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞു. അപ്പൊ നാവിൽ നിന്ന് ഇത് മാറണം. ഇത് മാറിയിട്ട് പകരം എന്ത് ചെയ്യണം? 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തുകൊണ്ട് സ്തോത്രം പറയുക. അപ്പൊ നമ്മുടെ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാവായി തീരണം. ദൈവത്തെ സ്തുതിക്കുന്ന നാവായി നമ്മുടെ നാവുകൾ തീരണം. അപ്പം അതാണ് നമ്മുടെ നാവിനുണ്ടാകേണ്ടുന്ന മാനസാന്തരം. അപ്പൊ ശരിക്കും മാനസാന്തരവും രൂപാന്തരവും ഈ പുതുക്കപ്പെടലും നാവിനുണ്ടാകണം, കണ്ണിനുണ്ടാകണം. നമ്മുടെ അവയവങ്ങൾ മരിക്കണം. മരിച്ചിട്ട് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ധരിക്കണം. സ്നേഹത്തെ ധരിക്കുക. സ്നേഹം മാത്രം ധരിച്ചാൽ പോരാ. ഈ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരുമായുള്ളവരെ, 12-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദയ, മനസ്സലിവ്, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. അപ്പം ഞാൻ എന്താ പറയുന്ന എല്ലാ മെസ്സേജുകളിലും നിങ്ങളുമായിട്ടെല്ലാം പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശരിക്കും നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഈ ഭൂമിയിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും? നമ്മുടെ പ്രവർത്തികളിലൂടെ. ലോകം നമ്മളെ കാണുമ്പോൾ ആ ക്രിസ്തുവിനെ കാണുവാനിടയായി തീരട്ടെ, സൃഷ്ടാവിനെ കാണാനിടയായി തീരട്ടെ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിയുടെ പിന്നിലുള്ള ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് തവണകളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവവചനം വായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ, ദൈവത്തിന്റെ മഹത്വത്തിൽ, ദൈവ തേജസ്സിൽ വസിച്ചിരുന്ന സാത്താൻ, അവന് ദൈവം കൊടുത്ത ആ ഒരു വാസസ്ഥലം, അല്ലെങ്കിൽ അവന് ദൈവം കൊടുത്ത പദവി, അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവത്തിന് കീഴ്പ്പെടാതെ ദൈവത്തിന് തുല്യനായി തീരുമെന്നുള്ള
ആ ചിന്താഗതിയിൽ നിന്നുളവായ നിഗളവും പിന്നീടുള്ള വീഴ്ചയും കൊണ്ടാണ് ദൈവദൂതന്മാർ പിശാചുക്കളായി മാറിയത്, സാത്താനായി മാറിയത്. തൽസ്ഥാനത്തേക്ക് ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഏദൻ തോട്ടത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ പിശാചിനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പിശാചിന് അസൂയുളവായിട്ടുണ്ട്. കാരണം അവൻ ഇരുന്ന പൊസിഷനിൽ അവന് നിലകൊള്ളുവാൻ കഴിയാതെ വീണുപോയത് കൊണ്ട് തൽസ്ഥാനത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കേവലം മനുഷ്യരായി ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചു വിട്ടത് നമ്മൾ കുറെ കാലം ഇവിടെ ഇന്നാൾ ഒരാൾ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ആയുഷ്കാലം കൊണ്ട് 500 കിലോയുടെ അരി തിന്നു, 100 കിലോ ബീഫ് തിന്നു, പിന്നെ 250 കിലോ ചിക്കൻ തിന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നു തീർത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതകാലത്ത് ദൈവത്തിന്റെ മക്കളായി തീർന്ന് ആ സ്വഭാവം പ്രതിഫലിപ്പിച്ച് എവിടെ സാത്താൻ വീണുപോയോ ആ സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ, അവിടുത്തെ മക്കളാക്കി തീർത്തിരിക്കുമ്പോൾ, അവിടുത്തെ സകല സ്വഭാവ ഗുണങ്ങളും ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. താഴ്മ, വിനയം, ക്ഷമ, ഇതെല്ലാം ധരിക്കണം. ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ ക്ഷമിക്കണം, സ്നേഹം ധരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വസ്ത്രമായി ദൈവസ്നേഹം മാറണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണാനിടയാകണം. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് സ്നേഹമുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ആ ഒരു ദൈവികത നിലനിൽക്കണം. അതിന് നമുക്കൊരു പരിശ്രമം നടത്താം. നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമുക്കൊന്ന് പരിശ്രമിക്കാം, ഇല്ലേ? ഇങ്ങനെയാണ് നമുക്ക് എന്താ പറയുന്നത്, പുതുക്കപ്പെടൽ ഉണ്ടാകേണ്ടുന്നത്. ഒന്ന്. അടുത്തത്, ഹൃദയത്തിനുണ്ടാകേണ്ടുന്ന പുതുക്കം എന്താണ്? ചിലർ പറയുന്നത് ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് നിലനിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ പുതുക്കപ്പെടേണ്ടുന്ന ദൈവ പൈതലിന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിക്കണം. അപ്പം ഓരോ ദിവസവുമുള്ള ഈ ദൈവവചന ശുശ്രൂഷയുടെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഈ വചനത്തിന്റെ കേൾവിയാൽ, ഈ ബുദ്ധിയോപദേശങ്ങളാൽ നമ്മൾ ആത്മീകമായി ശക്തിപ്പെട്ടിട്ട് ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണം. ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ, എന്താ പറയുന്നത്, സകല അസൂയയും കുശുമ്പും അത്യാഗ്രഹവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ഹൃദയങ്ങളെ ആമേൻ തൻ്റെ ചോരയാൽ അവിടുന്ന് വീണ്ടെടുത്ത് നമ്മളെ മക്കളാക്കി തീർത്തപ്പോൾ ഇനിയും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടുക. അടുത്തത്, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവിക സമാധാനം വാഴുവാനിടയായി തീരട്ടെ. അടുത്തത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി, അതെ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ മെസ്സേജ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം. ശരീരത്തിലെ മാറ്റം എന്ന് പറയുന്നത് ഈ പുറമേയുള്ള മാറ്റങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള ലോകത്തിന്റെ അവയവങ്ങൾ മരണപ്പെട്ടിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ അവയവങ്ങളിലൂടെ പുറത്തു വരുവാനിടയായി തീരട്ടെ. നമ്മുടെ ഹൃദയം ദൈവവചനത്താൽ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകട്ടെ. നമ്മുടെ നാവുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാവുകളായി തീരട്ടെ. എന്നിട്ട് എനിക്ക് ആ 3-ാം അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്, ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ബർബരനെന്നില്ല, ദാസനെന്നില്ല, യജമാനനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ്. സത്യമല്ലേ? നമ്മൾ ഈ കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്ത ആ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ എന്താ കാണുന്നത്? യെരുശലേം ദേവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയി. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വേർപാടിന്റെ നടിച്ചുവർ ദൈവം ഇടിച്ചു കളഞ്ഞു. സത്യത്തിൽ യഹൂദൻ
യവനൻ, ജാതികൾ എന്നുള്ള ആ തരംതിരിവിനെ ദൈവം നീക്കി എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റി. ജാതിയും മതവും ഒക്കെ വെച്ച അതിരുകളെ ക്രൂശിൽ കർത്താവ് അതെ നീക്കിക്കളഞ്ഞ് അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി നമ്മളെ തീർത്തു. അതിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഇത്തരത്തിലുള്ള നല്ല മാറ്റങ്ങളിലേക്ക് ഈ നാളുകളിൽ നമുക്കെത്താം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുറമേ ഉള്ളതല്ല. ഇത് വെറും പ്രസംഗമായി, വെറും സംസാരമായി മാത്രം തീരാതെ, ഇത് എഴുതി വെച്ച കുറച്ച് ഉപദേശങ്ങളായി മാത്രം തീരാതെ, നല്ല മാറ്റങ്ങൾ പുതുക്കപ്പെടാം. നമുക്ക് പാരമ്പര്യങ്ങളിൽ അഭിമാനിക്കാതെ നല്ല പുതുക്കപ്പെടലുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഹൃദയത്തിൽ പുതുക്കപ്പെടാം, അതെ, ശരീരത്തിൽ പുതുക്കപ്പെടാം, നാവിൽ നമുക്ക് പുതുക്കപ്പെടാം. അതുകൊണ്ടാണല്ലോ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്താണ്? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക, ഹൃദയം അതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കണ്ടോ, ഈ പുതുക്കം എന്ന് പറയുന്ന പദം ആവർത്തിച്ച് വചനത്തിൽ കാണുമ്പോൾ നല്ല മാറ്റങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള മാറ്റങ്ങൾ നമ്മിൽ ഉണ്ടായി. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീക വളർച്ചയിലേക്ക് എത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ തിരുവചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് സഹായകരമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.